ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. എനിക്കിവിടെ സുഖമാണ്. ഇന്ന് എൻ്റെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ അടുക്കി പറക്കുക, അതുപോലെ തന്നെ ചെടികൾ റിപ്പോർട്ട് ചെയ്യുക, പിന്നെ ഞാൻ കൊടുക്കുന്ന സാധാരണ എൻ്റെ സീറോ ബഡ്ജറ്റ് വളങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലീനിങ്ങിലേക്കാണ് കിടക്കാം. ഇതൊന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ചെറിയ കിണറുണ്ട് കേട്ടോ. അപ്പോൾ ആ കിണറിൻ്റെ ഒരു ചെറിയ ഭാഗം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ഒരു ചെറിയൊരു ഭാഗം കിട്ടിയിരുന്നാലത് വേസ്റ്റാക്കില്ലല്ലോ, അപ്പോഴും ഭംഗിയാക്കാനല്ലേ നോക്കുള്ളൂ. പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റിയത്, ഒരു വലിയ ഒരു പോട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പേ ഈന്തപ്പന അത് നന്നായിട്ടൊന്ന് വളർന്നു വന്നു. ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് പിഴുത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് പകരമായിട്ട് പടച്ചവൻ എനിക്ക് തന്നതാണെന്ന് തോന്നുന്നു ആ ഓറഞ്ചിൻ്റെ മരം. തനിയെ മുളച്ചു വന്നതാണ്. ഞാൻ ഓറഞ്ചിൻ്റെ തോലും അതിൻ്റെ സീഡ്സ് എല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെയോ കിടന്ന് വളർന്നതാണ്. അപ്പോൾ അതും വഴിയിലിരിക്കുന്നത്, എനിക്ക് വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഈ മുല്ല, റോസ്, ഇതൊക്കെ എനിക്ക് വെള്ളം ഒഴിക്കാനൊന്നും അതിനകത്ത് പോകാനോ, വെള്ളമല്ല വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാനോ ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ സ്റ്റക്കാവും. ഇതാ കാണുന്നതിൻ്റെ റോസ് എല്ലാം നശിച്ച് പോകാൻ തുടങ്ങി കേട്ടോ. ഈ മുല്ല വന്ന് എൻ്റെ പഴയ വീട്ടിലുണ്ടായിരുന്നൊരു മുല്ലയുടെ ഒരു കമ്പാണ് കേട്ടോ. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. നോക്കിയപ്പോൾ അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം ശുശ്രൂഷയും അതുപോലെയുള്ള വളങ്ങളൊന്നും കൊടുക്കാതിരുന്നിട്ടും വരുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ അത് വളരുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കുറച്ച് മെനക്കെട്ടുന്നാലും ഇതെല്ലാത്തെയും ഒന്ന് പുറത്തേക്ക് ഇറക്കി നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി നല്ല സൂപ്പറായിട്ട് എല്ലാം അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാ പോട്ടുകളും വെളിയിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ഇതെൻ്റെ മുത്തശ്ശി റോസാണ്, നാടൻ റോസ്. ഇതെല്ലാത്തെയും ഞാൻ നേരെയാക്കി കണ്ടില്ലേ. ഇപ്പോൾ എനിക്ക് അങ്ങ് അറ്റം വരെ കയറി പോകാൻ പറ്റും. ഇതാ അങ്ങ് അറ്റായിരിക്കുന്ന ആ ഓറഞ്ച് വലിയ ഒരു പോട്ടിലാണ് ഇരിക്കുന്നത്. അത് ഇതാ കാണുന്ന ഈ വഴിയിലിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനോ വരാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇവിടെ നിന്നുകൊണ്ട് ഓസിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നല്ലാതെ അതിന് വളങ്ങളൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞതാ കാണുന്നത് പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ നവരയില എന്ന് പറയും കേട്ടോ. നല്ല മണമാണ്. നമ്മൾ ജലദോഷത്തിനും പനിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഇതെൻ്റെ നെയ്ബർ തന്നതാണ് കേട്ടോ. ഇതുപോലെ 2 കമ്പ് എനിക്ക് തന്നതാണ്. അതിനെയാണ് ഞാനിതുപോലെ ചെറിയൊരു പോട്ടിൽ വെച്ച് നല്ല രീതിയിൽ അത് വളർന്നും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 കമ്പിനെയാണ് 4ഉം 5 ഇതുപോലെ അതിൻ്റെ സ്റ്റെമ്മുകളെല്ലാം കട്ട് ചെയ്ത് അതിൽ തന്നെ കുത്തി കൊടുത്താണ് ഇത്രയെങ്കിലും ആയത്. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ കാണാനും ഭംഗിയുണ്ട്. എനിക്ക് ഈ വെരിഗേറ്റഡ് പ്ലാന്റ്സിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. കാണാൻ ഒരു വ്യത്യസ്തതയുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു പോട്ടിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ പോട്ടിലേക്ക് ഞാനെല്ലാം വെച്ചു കൊടുത്തു. പ്രത്യേകിച്ചൊരു പോട്ടിംഗ് മിക്സ് ഒന്നും ഞാൻ തയ്യാറാക്കിയിട്ടൊന്നുമില്ല. ഗാർഡൻ സോയിലും പിന്നെ കുറച്ച് ഒരു 10% കോക്കോപീറ്റും ഇത്തിരി ചാണകപ്പൊടിയും മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ. അല്ലാതെ കൂടുതൽ വളങ്ങളൊന്നും ഇട്ട് കൊടുത്ത് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിനെ ഒന്ന് റെഡിയാക്കി എടുത്തി. കാരണം ഇതിൻ്റെ ഭംഗി വന്നവർക്കൊക്കെ 2-3 പേർക്ക് ഒരു അതിശയത്തോടെയാണ് നോക്കിയത്. കാരണം പനിക്കൂർക്ക ഇങ്ങനെ ഈ കളർ ചേഞ്ചായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ കമ്പ് എടുത്തിട്ടും എനിക്ക് വീണ്ടും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാധാരണ പനിക്കൂർക്ക. ഇത് ഞാൻ ബാൽക്കണിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലാരെങ്കിലും തൊട്ടാൽ എനിക്കറിയാൻ പറ്റും. അതിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് നമുക്ക് പുറത്തറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഈ 2 വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇല നല്ല ഉപയോഗമാണ്. പക്ഷേ ഈ വെരിഗേറ്റഡ് ലീഫ് എനിക്ക് കൈവയ്ക്കാൻ തോന്നില്ല. അത് ഒരു അലങ്കാര ചെടിയായിട്ട് തന്നെ നിലനിർത്താനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ കണ്ടില്ലേ, ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് നിന്നും വീണ്ടും പുതിയ ഗ്രോത്തുകളൊക്കെ ഉണ്ടായി വളർന്നു വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ സന്തോഷം. അത്രയ്ക്കൊരു ഐശ്വര്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ മണം വന്ന് അത്രയും എനിക്കൊരു പോസിറ്റിവിറ്റി, മനസ്സിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു
ഒരു വൈബ് എനിക്ക് തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചില്ല, അതും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നല്ല ഇത് ഞാൻ ഇന്നെടുത്ത ക്ലിപ്പാണ്, നന്നായിട്ട് ഉയർന്നു വന്നു. അപ്പോൾ എനിക്ക് ഈ ചട്ടി ഫുള്ളുമായിട്ട് ആക്കണമെന്നുണ്ട്. അതുകൊണ്ട് അതിനെയും ഞാൻ വീണ്ടും ഒന്ന് നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ട് ആ കട്ടിങ്സ് എല്ലാം എടുത്ത് തിരിച്ച് അതിൽ തന്നെ ഞാൻ കുത്തി വെച്ചു. അപ്പോൾ ഈ ചട്ടി ഫുള്ളായിട്ട് ഇങ്ങനെ വൃഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്തോ എനിക്ക് ഈ ചെടിയോട് ഒരു വല്ലാത്ത ഒരു പ്രണയമാണ്. അത്രയ്ക്ക് എനിക്ക് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് അറിയാമായിരിക്കും, പക്ഷേ വെരിഗേറ്റഡ് പ്ലാന്റ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ ചെടിയോട് എനിക്ക് കൂടുതൽ താല്പര്യമാണ്. നല്ല ഭംഗിയും അതിൻ്റെ മണവും ഭംഗിയും എല്ലാം ഒരുമിച്ച് ഒരു ചെടിയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഗാർഡനിൽ കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം. ഇത് എൻ്റെ കിച്ചണിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തോലുണ്ട്, അതുപോലെ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ ചെടികളിൽ കൊണ്ടുവന്ന് ഇട്ട് വെക്കാറില്ല. ഇതുപോലെ റാക്കിലോ എന്തിലെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ഉണക്കും. അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം, ഇത് മാതളത്തിൻ്റെ തോല്, ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ഉണക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതിന് ഇത് സഹായിക്കും. മാക്സിമം നമുക്കൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റുകളെല്ലാം ഈ രീതിയിൽ ഉപയോഗിച്ചാൽ ചെടികൾക്കും നല്ലത്, നമുക്കും പരിസരത്തിനും നല്ലതാണ് കേട്ടോ. നിങ്ങളതങ്ങനെ ചെയ്ത് നോക്കിയാൽ വേറൊരു വളവും ആവശ്യമില്ല. ഇത് മഴവെള്ളമാണ് കേട്ടോ. മഴവെള്ളം ഞാൻ ഇതുപോലെ പല അതിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട്, കണ്ടെയ്നറിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് മഴയില്ലാത്ത സമയം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ നമുക്ക് കിട്ടുന്ന സീറോ ബഡ്ജറ്റായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ച് നമുക്കും നല്ല രീതിയിലൊരു ഗാർഡൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എൻ്റെ ഗാർഡൻ ടൂറ് നിങ്ങൾ കാണുമ്പോൾ അത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് നല്ല ഹെൽത്തിയോടെയാണ് എൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാനർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാതെ മാക്സിമം ഗാർഡനിങ് ചെയ്യുക. അത് കൃഷിയായിരുന്നാലും ശരി, ഗാർഡനിങ് ആയിരുന്നാലും ശരി, നമ്മുടെ കെമിക്കൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ ഒരു ഗാർഡനിങ് ചെയ്താൽ നമുക്കും നല്ലത്, പരിസ്ഥിതിക്കും നല്ലത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല ആരോഗ്യമുള്ള ചെടികൾ കിട്ടും. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള സോപ്പ് ലായനി, അങ്ങനെയൊക്കെയുള്ള സോഡാപ്പൊടി, അതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.